ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. രാവിലെ തന്നെ ദേ ബോബു ഇതുപോലെ വന്ന് ഇങ്ങനെ നക്കി വിളിച്ചുണർത്തു കേട്ടോ. രാവിലെ ഒരു 7 മണിയൊക്കെ ആകുമ്പോഴാണ് ബോബു എഴുന്നേക്കാറ്. ഈ വീട്ടിൽ ആദ്യം എഴുന്നേൽക്കുന്ന ആൾ തന്നെ ബോബു ആണ്. എന്നിട്ട് ഇതുപോലെ വന്ന് ചുമ്മാ എന്നെ ഇങ്ങനെ നക്കി വിളിച്ചുണർത്തും. നമ്മൾ വിചാരിക്കും അവന് വിശന്നിട്ടോ അല്ലെങ്കിൽ പുറത്തു പോകാനോ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഇങ്ങനെ വിളിക്കുന്നതെന്നുള്ളത്. പക്ഷെ മച്ചാൻ വിളിക്കുന്നത് അതിന് വേണ്ടിയിട്ടൊന്നുമല്ല. അവന് ദേ ഇതുപോലെ രാവിലത്തെ സൺബാത്ത് അവന് വളരെ നിർബന്ധമുള്ള ഒരു കാര്യമാണ്. രാവിലത്തെ ഈ ഒരു വെയിൽ കായൽ അല്ലെങ്കിൽ രാവിലത്തെ ഈ ഒരു സൺബാത്ത് ബോബുവിന് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അവൻ്റെ ആ ഒരു സൗന്ദര്യത്തിൻ്റെ രഹസ്യം എന്ന് പറയുന്നത് തന്നെ രാവിലത്തെ ഈ വെയിൽ കൊള്ളുന്നതാണ്. ആരോയ്ക്ക് ഇങ്ങനെ വെയിൽ കൊള്ളുന്ന ശീലോ അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല. പക്ഷെ ബോബുവിന് രാവിലെ ഇതുപോലെ ബാൽക്കണിയിൽ വന്നിട്ട് ഇങ്ങനെ വെയിൽ കൊള്ളുന്നത് അവന് ഭയങ്കര ഇഷ്ടമാണ്. അവനിങ്ങനെ വന്ന് വളരെ റിലാക്സ് ചെയ്ത് ഇങ്ങനെ വെയിൽ കായുന്ന സമയത്ത് ആരോ വന്ന് കുറച്ചവന് ഡിസ്റ്റർബ് ചെയ്യുകയൊക്കെ ചെയ്യും. പക്ഷേ അവൻ ഇതുപോലെ ഇങ്ങനെ കിടക്കണം. അവന് ഒത്തിരി ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടാണ് അവൻ രാവിലെ തന്നെ വന്ന് വിളിച്ചുണർത്തുന്നത്. ഇന്ന് പിള്ളേർക്ക് ചിക്കൻ വാങ്ങിയ ദിവസമാണ്. അപ്പം ഞാൻ വിചാരിച്ചു അതൊന്ന് കുറച്ച് ചിക്കൻ എടുത്തിട്ട് ചിക്കൻ കറി എന്തെങ്കിലും ഉണ്ടാക്കാന്നുള്ളത്. ഞാൻ എപ്പോഴും ഒന്നും നോൺ വെജ് കഴിക്കാറില്ല. അജയ് വീഗൻ ആയതുകൊണ്ട് വീട്ടിലെപ്പോഴും കൂടുതലും വെജിറ്റേറിയൻ ഫുഡ് തന്നെയാണ് ഉണ്ടാവാറ്. അപ്പം ഞാൻ വല്ലപ്പോഴേ ചിക്കൻ കറിയോ അല്ലെങ്കിൽ ചിക്കൻ ഫ്രൈയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കുള്ളൂ. പിന്നെ ഞാൻ മാത്രമാണ് ഇവിടെ നോൺ വെജ് കഴിക്കുക. അപ്പം അതുകൊണ്ട് ഒരു ചിക്കൻ കറി ഉണ്ടാക്കുമ്പോൾ തന്നെ എനിക്കൊരു 3-4 ദിവസത്തേക്കുള്ള ക്വാണ്ടിറ്റിയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പം ചിക്കനെല്ലാം എടുത്ത് ഞാൻ നല്ലതുപോലെ വൃത്തിയാക്കി കഴുകിയിട്ട് പാത്രത്തിലേക്ക് മാറ്റി വെക്കുക ചെയ്യുന്നത്. ബോബുവിനും ആരോനും നോർമൽ ചിക്കൻ തന്നെയാണ് കൊടുക്കുന്നത്. ചിക്കൻ പാർട്സോ അങ്ങനെയൊന്നും അല്ല കൊടുക്കുന്നത്. നോർമൽ ചിക്കൻ തന്നെയാണ് കൊടുക്കുന്നത്. പിന്നെ ചിലപ്പം ചിക്കൻ ലിവറും ചിക്കൻ ഗിസാർഡും ആഡ് ചെയ്യും. അപ്പോൾ പിള്ളേർക്ക് വാങ്ങുന്ന ചിക്കൻ തന്നെ കുറച്ച് പോർഷൻ എടുത്തിട്ടാണ് ഞാൻ എനിക്ക് കറിയോ അല്ലെങ്കിൽ ഫ്രൈയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു സിമ്പിൾ ചിക്കൻ കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഉപ്പും മുളകും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഞാൻ ചിക്കൻ ആദ്യം തന്നെ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കും. എനിക്കൊരാൾക്ക് ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ ഒരുപാട് ഉള്ളിയും പച്ചമുളകും ഒന്നും ഇടേണ്ട ആവശ്യമില്ല. പിന്നെ എനിക്ക് ചിക്കനിൽ ഉരുളക്കിഴങ്ങ് ഇടുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഈ ചിക്കൻ പീസ് പോലെ തന്നെ ഉരുളക്കിഴങ്ങ് കഴിക്കാനും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ആദ്യം ഞാൻ ഇവിടെ 2 ഉള്ളിയാണ് ഞാൻ എടുത്തത്. 2 ഉള്ളി തന്നെ എനിക്ക് ധാരാളമാണ്. നമ്മൾ ഒത്തിരി ക്വാണ്ടിറ്റിയിലൊന്നും അല്ലല്ലോ ഉണ്ടാക്കുന്നത്, വളരെ ക്വാണ്ടിറ്റി കുറച്ചല്ലേ ഉണ്ടാക്കുന്നത്. പിന്നെ ഇത് എനിക്ക് നാട്ടിൽ നിന്ന് മമ്മി മേടിച്ചു തന്ന കത്തിയാണ് കേട്ടോ. ഇത് നല്ല മൂർച്ചയുള്ള കത്തിയാണ്. അപ്പം ഞാൻ വെജിറ്റബിൾസ് കട്ട് ചെയ്യാനും എല്ലാത്തിനും ഈ ഒരു കത്തിയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പം ഉള്ളിയും അതേപോലെ ഉരുളക്കിഴങ്ങും തക്കാളിയും പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഇതൊക്കെ ഒന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും മിക്സിയിൽ ഞാൻ ചതച്ചാണ് എടുക്കുന്നത്. അങ്ങനെ ഓവർ അരയ്ക്കണ്ട, ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ മതി. ഇനി ഞാൻ പാന് ചൂടാക്കിയിട്ട് ഉള്ളിയും ഉരുളക്കിഴങ്ങും തക്കാളിയും എല്ലാം കൂടെ ഒന്നിച്ചിട്ടാണ് വഴറ്റുന്നത്. ഓരോന്ന് സെപ്പറേറ്റ് വഴറ്റിയെടുക്കുകയല്ല ചെയ്യുന്നത്. സാധാരണ നോൺ വെജ് എന്തെങ്കിലും കുക്ക് ചെയ്യുന്ന സമയത്ത് ബോയും ആരോയും കിച്ചണിലേക്ക് വരുന്നതാണ്. അപ്പം ഞാൻ പിള്ളേരെ കാണാത്തതുകൊണ്ട് ജസ്റ്റ് റൂമിൽ പോയി നോക്കിയതാണ്. 2 പേരും ദേ അജയുടെ കൂടെ കട്ടിലിൽ ഇവിടെ കിടക്കുകയാണ്. ആരോ ബേബി ഉറങ്ങി തന്നെ പോയിട്ടുണ്ട്. ഇതാണ് കേട്ടോ ആക്ച്വലി നമ്മുടെ ബെഡ്റൂം. അപ്പം എനിക്ക് തോന്നുന്നത് എന്തെങ്കിലും കോളോ എന്തോ വന്നിട്ട് അജയ് ബെഡ്റൂമിൽ ഇരുന്നതായിരിക്കും. അപ്പോൾ പിള്ളേരും നേരെ ബെഡ്റൂമിൽ കയറി കിടക്കും. നമ്മൾ എവിടെയാണോ ഉള്ളത് അവിടെയാണ് പിള്ളേരുണ്ടാവുക. നമ്മളിപ്പോൾ സോഫയിൽ ഇരിക്കുകയാണെങ്കിൽ ഇവർ സോഫയിൽ വന്ന് കിടക്കും. നമ്മളിപ്പോൾ ബെഡ്റൂമിൽ ഇരിക്കുകയാണെങ്കിൽ ഇവർ ബെഡ്റൂമിൽ വന്ന് കിടക്കും. അപ്പം ഞാനിതേ ഉരുളക്കിഴങ്ങും കൂടെ ഇട്ട് എല്ലാം സോട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചിക്കനും കൂടെ ആഡ് ചെയ്യും. കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്തിട്ട് അടച്ച് വെച്ചിട്ടാണ് വേവിക്കുന്നത്. അപ്പോൾ ചിക്കൻ ആവുന്ന സമയം കൊണ്ട് എനിക്കിത് ഇവിടെ കുറേ പാത്രങ്ങളുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് കഴുകാമെന്ന് വിചാരിച്ചു. നോൺ വെജ് ഉണ്ടാക്കുന്ന സമയത്ത് അജയ് അങ്ങനെ കിച്ചണിലേക്ക് വരാറില്ല. കാരണം അവൻ വീഗൻ ആയതുകൊണ്ട് അവൻ ഇതിൻ്റെ സ്മെല്ലും കാര്യങ്ങളൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്. പിന്നെ അതേപോലെ ഞാൻ തന്നെയാണ് പാത്രങ്ങളെല്ലാം കഴുകുകയൊക്കെ ചെയ്യാം. സാധാരണ എനിക്ക് പാത്രങ്ങളെല്ലാം കഴുകി തരാറ് അജയാണ്. പക്ഷേ ഇപ്പം പിള്ളേരുടെ ചിക്കൻ ഉണ്ടാക്കുന്നുണ്ട്, പിന്നെ അതേപോലെ എനിക്ക് ചിക്കൻ കറി എല്ലാം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് പാത്രങ്ങളൊക്കെ ഞാൻ തന്നെയാണ് കഴുകുന്നത്. അപ്പം ചിക്കൻ ഏതായാലും അവിടുന്ന് ആവുന്ന സമയം കൊണ്ട് ഞാൻ പാത്രമെല്ലാം കഴുകാമെന്ന് വിചാരിച്ചു. പിള്ളേർ ഇതേ ഉറക്കെല്ലാം കഴിഞ്ഞ് ഒന്ന് എഴുന്നേറ്റ് മുറ്റത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അവർക്കിപ്പം ചെറിയൊരു സൂസു കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പോട്ടി ഉണ്ടാവത്തില്ല, സൂസു മാത്രമേ ഉണ്ടാവത്തുള്ളൂ. എപ്പോഴും അവർ ഉറങ്ങി എഴുന്നേറ്റ് കഴിഞ്ഞാൽ അവർക്കൊരു സൂസു ഉണ്ടാവുന്നതായിരിക്കും. അപ്പം ജസ്റ്റ് അവരെ പുറത്തേക്ക് അങ്ങ് വിട്ടാൽ മതി, അവർ തന്നെ പോയി സൂസു എല്ലാം ഒഴിച്ചു വരും. സൂസു ഒക്കെ ഒഴിച്ചു വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ കുറച്ച് വെള്ളം എല്ലാം കുടിക്കും. നമ്മുടെ ചിക്കൻ കറി ഇതേ ഓൾമോസ്റ്റ് ഇവിടെ സെറ്റായിട്ടുണ്ട്. ചിക്കൻ കറി റെഡി ആയപ്പോഴത്തേക്കും എനിക്ക് ഇതിൻ്റെ സ്മെല്ലെല്ലാം കിട്ടിയപ്പോഴത്തേക്കും എനിക്ക് നെയ്ച്ചോറ് കഴിക്കാൻ ഭയങ്കര ഒരു ആഗ്രഹം. അപ്പം നോക്കിയപ്പോൾ ഇവിടെ അരിയില്ല. അപ്പം ഞാൻ ഇൻസ്റ്റമാർട്ടിൽ നിന്ന് കൈമ റൈസ് ഓർഡർ ചെയ്തു.
അപ്പോൾ എന്തും ഇതുപോലെ വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ബോയ്ക്കൊന്ന് സീൽ വെക്കണം എന്നുള്ളത് നിർബന്ധമാണ്. കാരണം എന്താണ് പാക്കിൻ്റെ അകത്ത് ഉള്ളതെന്ന് അറിയാൻ ബോയ്ക്ക് ഭയങ്കര ഒരു ക്യൂരിയസ് ആണ്. ചിക്കൻ കറിയിലേക്ക് കുറച്ച് മല്ലിയിലും ഞാൻ ഇൻസ്റ്റമാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി ഇതേ ഓൾമോസ്റ്റ് ഇവിടെ സെറ്റായി. അപ്പം ഞാൻ ദേ ഗീ റൈസ് ഉണ്ടാക്കുകയാണ്. ആക്ച്വലി ഗീ റൈസ് ഞാനിവിടെ ഉണ്ടാക്കുന്നത് ഓയിലിലാണ്. കാരണം ഗീ ആഡ് ചെയ്യാൻ പറ്റത്തില്ല. അജയ് വീഗൻ ആയതുകൊണ്ട് അജയ്ക്ക് ഗീ ഒന്നും കഴിക്കാൻ പറ്റത്തില്ല. അപ്പം ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഓയിലിലാണ് ഗീ റൈസ് ഉണ്ടാക്കുന്നത്. ചെറിയ രീതിയിലുള്ളൊരു ഫ്ലേവർ, ആ ഒരു വ്യത്യാസം ഉണ്ടാവും. പിള്ളേർ രണ്ടുപേരും ദേ ഇവിടെ ഇപ്പം എനിക്ക് കിച്ചണിൽ കൂട്ടിരിക്കുന്നുണ്ട്. ഗീ റൈസ് ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഭയങ്കര ഒരു സ്മെല്ലാണല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് രണ്ടുപേരും ദേ ഇവിടെ കിച്ചണിൽ തന്നെ നിൽക്കുന്നത്. കാരണം അവർക്ക് ഗീ റൈസും പിന്നെ അതേപോലെ നമ്മൾ ഗീ റൈസിന് വേണ്ടിയിട്ട് ഈ കിസ്മിസും പിന്നെ അണ്ടിപ്പരിപ്പും ഒക്കെ നമ്മൾ സോട്ട് ചെയ്യല്ലോ. അപ്പോൾ അതൊക്കെ അവർക്ക് അതിൻ്റെയൊക്കെ സ്മെല്ല് വരുന്നതുകൊണ്ടാണ് രണ്ടുപേരും കിച്ചണിൽ തന്നെ ഇങ്ങനെ നിൽക്കുന്നത്. ഫുഡെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞ് ഞാൻ ദേ കിച്ചണെല്ലാം നീറ്റാക്കി വെച്ചു. ഇനി കുറച്ച് നേരം ഞാൻ TV എന്തെങ്കിലും കാണും. ഞാൻ ഫുഡ് ഉണ്ടാക്കി ഉടനെ തന്നെ പോയി കഴിക്കാറില്ല. കാരണം എനിക്ക് ആ ഒരു സ്മെല്ലും ഇതെല്ലാം ഉണ്ടാകുമ്പോൾ എനിക്ക് ഫുഡ് ഉണ്ടാക്കി ഉടനെ തന്നെ കഴിക്കാൻ പറ്റത്തില്ല. അപ്പം ഞാൻ കുറച്ച് നേരം TV ഒക്കെ കണ്ട് അല്ലെങ്കിൽ കുളിക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കുളിച്ച് വരും. ഇന്ന് എനിക്ക് മുറ്റത്ത് കുറച്ച് പണികളൊക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുളിക്കുന്നില്ല, വൈകുന്നേരമേ കുളിക്കത്തുള്ളൂ. അപ്പോൾ കുറച്ച് നേരം ബോൻ്റെ ആരോൻ്റെയും കൂടിയിരുന്ന് ഇങ്ങനെ TV കാണാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മളിതേ ലഞ്ച് കഴിക്കാൻ വേണ്ടി പോവുകയാണ്. TV കണ്ടുകൊണ്ടാണ് കേട്ടോ ഞങ്ങൾ എപ്പോഴും ലഞ്ച് കഴിക്കാറ്. എന്തെങ്കിലും പഴയ സിനിമകളൊക്കെ കണ്ടുകൊണ്ടാണ് നമ്മൾ എപ്പോഴും ഫുഡ് കഴിക്കാറ്. വീട്ടിൽ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ഫുഡ് ഉണ്ടാക്കുമ്പോൾ ഞാൻ അതിന് കുറച്ച് ബോയ്ക്കും ആരോയ്ക്കും കൊടുക്കും. ഇപ്പം ചിക്കൻ കറി എന്തായാലും അവർക്ക് കൊടുക്കാൻ പറ്റത്തില്ല. കാരണം അത്യാവശ്യം നല്ല എരിവിലൊക്കെയാണ് ഞാൻ ചിക്കൻ കറി ഉണ്ടാക്കി. സ്പൈസ് ആയിട്ടുള്ള ഫുഡ് അവർക്ക് എന്തായാലും കൊടുക്കാൻ പറ്റത്തില്ല. അപ്പം ഞാൻ കുറച്ച് ഗീ റൈസ് അവർക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ ചെറിയൊരു ബൗളിൽ ഇവിടെ കുറച്ച് റൈസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അവർക്ക് രണ്ടുപേർക്കും കൊടുക്കുകയാണ്. പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇതുപോലെ ഫ്ലേവർ ആയിട്ടുള്ള ഫുഡൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ ഫ്രൈഡ് റൈസ്, പിന്നെ അതേപോലെ കേക്ക്, പിന്നെ ഇപ്പം പായസം, ഇതുപോലെ ഗീ റൈസ്, ഇങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടാക്കുമ്പോൾ അവർക്ക് ഭയങ്കര കൊതിയായിരിക്കും. രണ്ടുപേരും ആ ഒരു സ്മെല്ല് കിട്ടുമ്പോൾ നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് ഫുൾ ടൈം കിച്ചണിൽ തന്നെയായിരിക്കും. അപ്പം ഞാൻ രണ്ടുപേർക്കും കുറച്ചേ കൊടുത്തിട്ടുള്ളൂ, ഓവറൊന്നും കൊടുക്കത്തില്ല. കാരണം അവരിങ്ങനെ കൊതിച്ചിരിക്കുന്നതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് വളരെ കുറച്ചേ ഞാൻ അവർക്ക് കൊടുക്കാറുള്ളൂ. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ കുറച്ച് നേരം ഞങ്ങൾ ഉറങ്ങി കഴിഞ്ഞിട്ട് അവർ എഴുന്നേറ്റാണ്. ശരി ഇവിടെ ഇരിക്കി. കുറേ പേരൊക്കെ DM ചെയ്തിട്ടും അതേപോലെ കമൻറ്റ് ചെയ്തിട്ടൊക്കെ ഉണ്ടായിരുന്നു ബോ ഏതാണ് ബ്രീഡ് എന്നുള്ളത്. ബോ അമേരിക്കൻ ബുള്ളിയാണ്, പിറ്റ്ബുൾ അല്ല. അതേപോലെ തന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ബോ അഗ്രസീവ് ആണോ എന്നുള്ളത്. ബോ അഗ്രസീവ് ആയിട്ടുള്ളൊരു ഡോഗ് ഒന്നുമല്ല, പക്ഷേ അവൻ കുറച്ചുകൂടി പ്രൊട്ടക്റ്റ് ചെയ്യുന്നൊരു ബ്രീഡാണ്. അവൻ്റെ ഒരു നേച്ചറും അങ്ങനെയാണ്. ഇപ്പോൾ അവൻ ഫ്രണ്ട്ലി ആണെങ്കിൽ ഭയങ്കര ഫ്രണ്ട്ലി ആയിരിക്കും. സ്ട്രേഞ്ചേഴ്സിൻ്റെ അടുത്ത് അവൻ അത്ര ഫ്രണ്ട്ലി അല്ല. കുറച്ചൊന്ന് പ്രൊട്ടക്റ്റീവ് ആവുന്ന ഒരു എന്താ പറയുക പ്രകൃതമാണ് അവൻ്റെ. ബോ ഇവിടെ വന്നേ. വൈകുന്നേരം ഞങ്ങളിതേ മുറ്റത്തേക്ക് ഇറങ്ങിയതാണ്. ഈ കാണുന്നതാണ് നമ്മുടെ മുറ്റം. അപ്പം ഇവിടെ എപ്പോഴും കുറച്ച് ഇലകളൊക്കെ ഉണ്ടാകും. അപ്പുറത്തെ വീട്ടിലെ ആ മരത്തുനിന്ന് ഇലകളൊക്കെ എപ്പോഴും ഇങ്ങോട്ടേക്ക് വീഴും. അപ്പോൾ എല്ലാ ദിവസവും വൈകുന്നേരമാണ് ഞാൻ മുറ്റടിച്ച് വാരുക. രാവിലെ ഒന്നും ഞാൻ അടിച്ച് വാരത്തില്ല കേട്ടോ. വൈകുന്നേരം ഒരു നേരം മാത്രമേ മുറ്റടിച്ച് വാരത്തുള്ളൂ. കുറച്ച് ഇലകളെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ചിലപ്പോൾ ഞാൻ ഡെയിലി അടിച്ച് വാരും, ഇല്ലെങ്കിൽ ഞാൻ 2 ദിവസം കൂടുമ്പോഴായിരിക്കും മുറ്റം അടിച്ച് വാരുക. അപ്പം എപ്പോഴും ഞാൻ മുറ്റത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ എൻ്റെ കൂടെ ബോയും ആരോയും ഉണ്ടാകും. ഈ ഒരു സൈഡിൽ മാത്രമേ ഇലകൾ ഉണ്ടാവുള്ളൂ. കാരണം അപ്പുറത്ത് ആ മരത്തുനിന്ന് ഈ ഒരു സൈഡിലേക്ക് ഇല വീഴാറുള്ളൂ. അപ്പം ഞാൻ ജസ്റ്റ് ഇവിടേക്ക് ഒന്ന് അടിച്ചു വാരി വൃത്തിയാക്കുകയാണ്. ഞങ്ങളുടെ മുറ്റത്ത് ആകെ 2 ചെടി മാത്രമേ ഉള്ളൂ കേട്ടോ. ഒന്ന് ചെമ്പരത്തിയും ഒന്ന് തുളസിയാണുള്ളത്. ഇതിൻ്റെ മുകളിൽ എപ്പോഴും ഈ ഉറുമ്പുണ്ടാവും കേട്ടോ. അപ്പം ഞാൻ എപ്പോഴും അതിനെങ്ങനെ എന്താ പറയുക, ഉറുമ്പുള്ള ആ ഇലയൊക്കെ ഇങ്ങനെ നുള്ളി ഞാൻ അപ്പുറത്ത് പറമ്പിലേക്ക് ഇടുക ചെയ്യാറൊക്കെ. എവിടുന്നാണ് ഈ ഉറുമ്പ് വരുന്നത് എനിക്ക് ഒരു ഐഡിയയും കിട്ടുന്നില്ല. ഈ ചെമ്പരത്തിൻ്റെ മുകളിലും തുളസീൻ്റെ മുകളിലും എപ്പോഴും ഉറുമ്പുണ്ടോ. വേറെ എന്തെങ്കിലും ചെടികളൊക്കെ ഇവിടെ കുഴിച്ചിടണമെന്ന് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവിടെ കുറേ കോഴികളുണ്ട് കേട്ടോ. അപ്പുറത്തെ വീട്ടിലെ കുറച്ച് കോഴികളൊക്കെ ഇതിലിങ്ങനെ പോകും. അപ്പോൾ ആ സൗണ്ട് കേട്ടപ്പോൾ ബോയും ആരോയും ഗേറ്റിൻ്റെ അവിടേക്ക് പോയതാണ്. നമ്മൾ ആക്ച്വലി ബാംഗ്ലൂരാണ് താമസിക്കുന്നതെങ്കിലും നമ്മൾ നാട്ടിലെ വീട്ടിൽ നിൽക്കുന്ന ഒരു വൈബാണ് ശരിക്കും നമ്മളിവിടെ ബാംഗ്ലൂർ നമ്മൾ ഈ വീട്ടിൽ നിൽക്കുമ്പോഴും. അങ്ങനെ ഇന്നത്തെ നമ്മുടെ ഓൾമോസ്റ്റ് പരിപാടിയെല്ലാം കഴിഞ്ഞു. അപ്പോൾ രാത്രി ഇതേ ഞാൻ കുറച്ച് ജേർണലിങ് കാര്യങ്ങളൊക്കെ ചെയ്യാണ്. അതായത് നെക്സ്റ്റ് വീഡിയോ എന്ത് ചെയ്യണം, അതേപോലെ കുറച്ച് കോണ്ടൻറ് ഐഡിയാസും സ്ക്രിപ്റ്റും ഒക്കെ എനിക്ക് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ ഞാനതൊക്കെ എൻ്റെ ഈ ഡയറിയിൽ നോട്ട് ചെയ്യാണ്. അപ്പോൾ ആരോ ബേബി ഇതേ എൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ ഈ ഒരു വ്ളോഗ് ഞങ്ങളുടെ ഒരു നോർമൽ ഡേയിൽ നടക്കുന്ന ഒരു സിമ്പിൾ വ്ളോഗാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു വ്ളോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ദിസ് ഇസ് അഞ്ജന സൈനിങ് ഓഫ്. ടാറ്റാ.